ഹലോ, ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ്. എല്ലാവരും തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാനിന്നിവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കേണ്ട പാത്രം വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഒരു 4 ഗ്രാമ്പുവും 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, വേഗം വഴണ്ട് വരാനായിട്ട്. എന്നിട്ട് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവത്തിനായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോൾ കൊറിയാണ്ടർ പൗഡർ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിക്ക് നല്ല വേവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂത്ത് വരുന്നവരെയും ഇത് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് അടച്ചു വെച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുളക് പൊടിയും നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം കേട്ടോ. ഓയിൽ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയാണല്ലോ, അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും മൂപ്പിച്ചെടുക്കാം. ഞാൻ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. 3 ടൊമാറ്റോസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരുന്നവരെയും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ചെറു തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. നോക്കൂ, ടൊമാറ്റോസൊക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുന്നത് വരെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇത് നന്നായിട്ട് പിടിക്കണം, ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ കുറച്ച് മല്ലിയില ഇതും കൂടി ഇട്ട് കൊടുക്കാം. നോക്കൂ, നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ചെറു തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് പാകമാണ്. ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടുക ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പോവും. ഞാൻ എന്തായാലും ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല വിഭവമായിട്ട് ഭാവന സുട്ടേബിളിലൂടെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണാം. താങ്ക്